നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അതായത് നമ്മൾ ജസ്റ്റ് ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു DIY പ്രോജക്റ്റിൻ്റെ ഒരു ഇമേജ് മാത്രമേ കാണുന്നുള്ളൂ. ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും ഇല്ല. അതിൻ്റെ വീഡിയോയോ ട്യൂട്ടോറിയലോ ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഇമേജ് മാത്രം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്കത് ഇഷ്ടമാവാണ്. എന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലും നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയയിലും ആ സാധനം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ അത് തരുന്നൊരു കോൺഫിഡൻസും ഒരു സാറ്റിസ്ഫാക്ഷനും ഒന്ന് വേറെ തന്നെയാണല്ലേ? നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയ ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ സംഭവം ഞാനിതൊരു പിൻട്രസ്റ്റിലാണ് കാണുന്നത്. ഇതല്ല, ഇതുപോലത്തെ ഒരു ഇമേജ്. അപ്പോൾ അത് കണ്ടപ്പം തൊട്ട് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ടൈമിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഒരു 1/2-3/4 മണിക്കൂർ അതിൽ കൂടുതൽ ആവശ്യമില്ല ഈ ഒരു ക്രാഫ്റ്റ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട്. പക്ഷേ നമ്മുടെ കയ്യിലൊരു ഇമേജ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിട്ടുന്ന ഐഡിയകളൊക്കെ പറക്കി വെച്ച് വന്നപ്പോൾ അത്രയും ടൈം ആയതാണ്. ഈ ഒരു ക്രാഫ്റ്റിനെ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ഒരു 5 പാർട്സ് ആണുള്ളത്. ഒരു ഫ്രെയിം, ഒരു ട്രീ, ഒരു സ്വിങ്, ഒരു ഫെൻസ്, പിന്നെ ഈ ഒരു ഡോള്. ഈ ഒരു ഡോൾ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. ഞാൻ കണ്ട പിക്ചറിനകത്ത് വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്വിങ് മാത്രമായിരുന്നു. ഈ ഒരു ഡോളിനെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ തന്നെ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാം കൂടെ അസംബിൾ ചെയ്ത് വരുമ്പോൾ ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ് ആയിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ.